25-ാം വയസ്സിൽ സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോഴും അതിനുശേഷവും കോഴിക്കോട് അടിവാരം സ്വദേശി ആഷിഖിന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലഹരിയുടെ പ്രഭാവത്തിൽ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ നാം മറന്നു കാണില്ല. ഓർത്തെടുക്കാൻ ഈ ദൃശ്യങ്ങൾ മതിയാകും. അതെ, കോഴിക്കോട് അടിവാരം പൊട്ടിക്കൈ 30 ഏക്കർ സ്വദേശി മുഹമ്മദ് ആഷിഖ്. മകൻ എന്ന ലോകത്ത് മാത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്ത ഒരു ഉമ്മ. ആ ഉമ്മയെ 17-ലധികം വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയ മകൻ. ഒരേ ഒരു കാരണം, ലഹരി. നന്നേ ചെറുപ്പത്തിലെ പിതാവ് ഉപേക്ഷിച്ചു പോയ ആഷിഖിനെ കല്യാണ വീടുകളിൽ പാചക സഹായിയായും കൂലിവേല ചെയ്തുമാണ് ഉമ്മ സുബൈദ വളർത്തി വലുതാക്കിയത്. തനിക്ക് ജന്മം നൽകിയതിനാണ് മാതാവിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു ആഷിഖ് പോലീസ് നൽകിയ പ്രാഥമിക മൊഴി. മകൻ എന്ന ഒരു ലോകത്ത് മാത്രം ജീവിച്ച ഒരു സഹോദരിയായിരുന്നു സുബൈദ. മകനും നേരത്തേക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഈ പഠന സൗകര്യത്തിന് വേണ്ടി പോയ സമയത്ത് കോളേജ് പഠന കാലയളവിലോ മറ്റോ ആണത്രേ ഈ മയക്കുമരുന്നിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത്. അങ്ങനെ ഇവൻ്റെ സാഹചര്യം, തനിച്ചാണ്, ബന്ധുക്കളില്ല, ഉപ്പയില്ല, കുടുംബമില്ല, അങ്ങനെയൊക്കെ വളർന്ന സാഹചര്യത്തിൻ്റെ ജന്മം തന്നെ ഒരു അബദ്ധമാണ് എന്നൊരു തോന്നലുണ്ടാവുകയും സ്വന്തം ഉമ്മയോട് ഒരു വിരോധം ഇവൻ വല്ലാതെ പുലർത്തിയിരുന്നതായി അടുത്ത ബന്ധുക്കളും അയൽവാസികളും ഒക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ലഹരിയുടെ വല പിടിമുറുക്കിയതോടെയാണ് ഉമ്മയും മകനും തമ്മിലുള്ള നല്ല ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. സുബൈദയ്ക്ക് നേരെ ആഷിഖ് നടത്തിയത് അപ്രതീക്ഷിതമായൊരു ആക്രമണമായിരുന്നില്ല. മുൻപും പലതവണ സുബൈദയെ അപായപ്പെടുത്താൻ ആഷിഖ് ശ്രമിച്ചിരുന്നു. അപ്പോഴെല്ലാം ബലം പ്രയോഗിച്ച് പിടിച്ചടക്കിയാണ് നാട്ടുകാരും ബന്ധുക്കളും ആഷിഖിനെ ഡി അഡിക്ഷൻ സെന്ററുകളിലാക്കിയിരുന്നത്. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഞാൻ തിരിച്ചു വന്നാൽ ഇവരെ ഗ്യാങ് പിന്നെ രണ്ടാമത് വരെ പിടികൂടും. അവർക്ക് ഇനി കാശില്ലെങ്കിലും 1-2 പ്രാവശ്യം ഫ്രീ ആയിട്ട് കൊടുക്കുകയും അതല്ലേ വിൽക്കുന്നവരാക്കി മാറ്റി നിങ്ങൾ വിറ്റിട്ട് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വിറ്റിട്ട് എന്താക്കാം ബാക്കിയുള്ള കമ്മീഷൻ ഞങ്ങൾക്ക് തന്നാൽ മതി എന്നുള്ള ഒരു പ്രവണതയിലാക്കിയിട്ട് രണ്ടാമതും അവനെ വലപ്പെടുത്തി. കേരളത്തിലും പുറത്തുമായി നിരവധി തവണ ആഷിഖിനെ ഡി അഡിക്ഷൻ സെന്ററുകളിലാക്കി. മകനെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആ ഉമ്മ ആവുന്നതെല്ലാം പരിശ്രമിച്ചു. എന്നാൽ ആഷിഖ് അതിനെയെല്ലാം കണ്ടത് പ്രതികാര മനോഭാവത്തോടെയായിരുന്നു. രാസലഹരിയുടെ ഉപയോഗം അവനെ അങ്ങനെയാക്കി മാറ്റിയിരുന്നു. ഏകദേശം 20ഓളം മുറിവുകൾ എന്ന് വെച്ചിട്ടാണെങ്കിൽ വെട്ടി മൃഗീയമായിട്ട് കഴുത്തിൻ്റെ തൊലിയുടെ ഭാഗം കുറഞ്ഞതല്ലാതെ ബാക്കി കംപ്ലീറ്റ് ഭാഗങ്ങളും എന്തായിട്ട് പോയിട്ടുണ്ട്, അറ്റുപോയിട്ടുണ്ട്. ഈ ഏകദേശം ഭാഗങ്ങളൊക്കെ മുഖത്തിന് മാത്രം വെട്ടി കൊടുങ്ങിയിട്ടല്ലാതെ തലൻ്റെ പുറകൊക്കെ കണ്ടമാനം വെട്ടുകളാണായിരുന്നു. ബംഗളൂരുവിലെ ലഹരിമുക്ത ചികിത്സ പൂർത്തിയാക്കിയെത്തിയാൽ ആഷിഖിന്റെ വിവാഹം നടത്തി പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുകയായിരുന്നു സുബൈദയുടെ ലക്ഷ്യം. ഉമ്മാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചു, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ചെറിയ വീടൊക്കെ വെച്ചു, വീട്ടിലേക്ക് താമസം ഒക്കെ തുടങ്ങി. അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ ഉമ്മ വളരെ ആഗ്രഹിച്ചുകൊണ്ടതാണ്. ബ്രെയിൻ ട്യൂമറിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് പുതുപ്പാടിയിലെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു 53-കാരിയായ സുബൈദ. അവിടെ ചെന്നാണ് മകൻ അമ്മയെ കൊന്നത്. അയൽവാസിയുടെ വീട്ടിൽ നിന്നും തേങ്ങ പൊളിക്കാനെന്ന് കള്ളം പറഞ്ഞു വാങ്ങിയ വെട്ടുകത്തി കൊണ്ട് ആഷിഖ് മരണം ഉറപ്പിക്കുന്നതുവരെ നൊന്തുപെറ്റ ഉമ്മയെ വെട്ടി. നാട്ടുകാർ ചേർന്ന് കീഴ്പ്പെടുത്തിയപ്പോൾ ആഷിഖിന്റെ പ്രതികരണം ഇങ്ങനെ. അവനോട് ഞാൻ ചോദിച്ചു എന്തായിരുന്നു ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിൻ്റെ പവറാണ്, എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയത്, എന്നെ ജനിപ്പിച്ചതാക്കിയത് ഒന്ന് പ്രതിഫലം കൊടുത്താണ്. ലഹരിക്ക് പണം തികയാതെയായപ്പോൾ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടും സുബൈദ പണം നൽകിയില്ല. സ്വത്ത് വിൽപ്പന നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അതും വിസമ്മതിച്ചു. മനസ്സിൽ കൊണ്ടുനടന്ന ഈ വൈരാഗ്യമെല്ലാം ലഹരിയുടെ മൂർധന്യാവസ്ഥയിൽ കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. ആഴത്തിലുള്ള 17-ലധികം മുറിവുകളാണ് വെട്ടുകത്തി കൊണ്ടുള്ള വെട്ടിൽ സുബൈദയുടെ ദേഹത്തേറ്റതെന്ന് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഒരേ സ്ഥലത്ത് തന്നെ കൂടുതൽ തവണ വെട്ടി. എണ്ണം കൃത്യമായി നിർണ്ണയിക്കാനാവാത്ത നിലയിലായിരുന്നു മുറിവുകൾ. വെട്ടുകളുടെ എണ്ണവും ആഴവും കൊലപാതകത്തിലെ പൈശാചികത വെളിപ്പെടുത്തുന്നു. ആഷിക്കിൽ തുടങ്ങി ആഷിക്കിൽ അവസാനിക്കുന്നതല്ല കണ്ണില്ലാത്ത ലഹരി ക്രൂരതയുടെ ഉദാഹരണങ്ങൾ. ആഷിക്കിന്റെയും സുബൈദയുടെയും വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരെ
മറ്റൊരു യുവാവിന്റെ വീട്ടിൽ നിന്നും 113 ഗ്രാം MDMA കണ്ടെടുക്കുന്നത് സുബൈദയുടെ കൊലപാതകം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ. സുബൈദയ്ക്കുണ്ടായ ദുരവസ്ഥ ഒരു പുനർചിന്തനത്തിന് വഴിവെക്കുന്നുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.